ഹായ് ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കറമ്പിക്കോഴി അട വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ അട വെച്ച സമയത്ത് വീഡിയോ ഒന്നും എടുക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പം നമ്മൾ കറമ്പിക്കോഴി അട വെച്ച കാര്യങ്ങളൊക്കെയാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത് നമ്മുടെ വീഡിയോയിലൂടെ. അപ്പോൾ നമ്മുടെ കോഴിയുടെ അടുത്ത് ആയിട്ട് നമ്മൾ തുണിക്കകത്താണ് കേട്ടോ മുട്ട വെച്ച് കൊടുത്തിട്ടുള്ളത്. അതിനടുത്തായിട്ട് മഞ്ഞളും കരിക്കട്ടയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ എല്ലാ തവണ ഇതുപോലെ കോഴി അട വയ്ക്കുമ്പോഴും ഇങ്ങനെ മഞ്ഞളും കരിക്കട്ടയൊക്കെ ഇട്ട് അതിൻ്റെ അടുത്തായിട്ട് വെച്ച് കൊടുക്കാറുണ്ട് കേട്ടോ. ഇത് നമ്മൾ മുന്നേ ചെയ്തു പോരുന്നൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഈ അടവയ്ക്കുന്നവരൊക്കെ പല രീതിയിലാണ് അടവയ്ക്കാറുള്ളത്. ചിലർ വേപ്പിൻ്റെ ഇലയൊക്കെ എടുത്തിട്ട് അങ്ങനെ വെക്കാറുണ്ട്, മണ്ണിനകത്ത് അടവയ്ക്കുന്നവരുണ്ട്, വെറുതെ അല്ലാതെ തന്നെ ഈ ബേസ് ബോർഡിലൊക്കെ വെച്ചിട്ട് അങ്ങനെയൊക്കെ അടവയ്ക്കുന്നത്. പല രീതിയിലാണ് ഓരോരുത്തരും അടവയ്ക്കുന്നത്. പക്ഷേ നമ്മളിവിടെ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഞാൻ ഇവിടെ തുണി എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് റൗണ്ടായിട്ട് ചുറ്റിയിട്ട് മുട്ട അതിനകത്ത് പറക്കി വെച്ചിട്ട് ഇതുപോലെ നമ്മൾ കരിക്കട്ട മഞ്ഞളും ഒക്കെ ഇട്ട് കൊടുത്തിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ മഞ്ഞൾ ചില സമയത്ത് കിട്ടിയില്ലെങ്കിൽ കൂടി നമുക്ക് കരിക്കട്ട എപ്പോഴും ഉള്ള കാര്യമാണല്ലോ, നമ്മൾ അടുപ്പ് കത്തിക്കുമ്പോൾ കിട്ടുന്നതാണല്ലോ. അപ്പോൾ അത് നമുക്ക് എപ്പോഴും ഉണ്ടാവും. അപ്പോൾ അത് മാത്രമായാലും കുഴപ്പമൊന്നുമില്ല, ഇതുപോലെ നമ്മൾ വെച്ച് കൊടുക്കാറാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് കുഞ്ഞുങ്ങളെ എല്ലാം നല്ല രീതിയിൽ തന്നെ നല്ല ആരോഗ്യത്തോടെ തന്നെ പിന്നെ നമ്മൾ വിരിയിച്ചെടുക്കുമ്പോൾ കിട്ടാറുമുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഈ കോഴിയെ നമ്മളിങ്ങനെ അടവെച്ച് കഴിഞ്ഞിട്ട് പിന്നെ പുറത്തേക്കൊന്ന് തുറന്ന് വിട്ട് കൊടുക്കണം കേട്ടോ. കാരണം എന്ന് വെച്ചാൽ തന്നെ ഇറങ്ങിപ്പോയില്ല. നമ്മൾ ആ അടവെച്ചതിൻ്റെ മുകളിലായിട്ട് പാത്രത്തിൻ്റെ മുകളിൽ വേറൊരു അരിപ്പ പോലുള്ളൊരു അടപ്പ് വെച്ച് മൂടി വെക്കുന്നുണ്ട്. അതുകൊണ്ട് അതിന് തനിയെ പുറത്തോട്ട് ഇറങ്ങിപ്പോകാൻ പറ്റില്ല. പിന്നെ ഇങ്ങനെ അടച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എപ്പോഴാണോ തുറക്കുന്നത് അന്നേരം നമ്മളെടുത്ത് പുറത്തേക്കാക്കി കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഞാനിവിടെ മറ്റു കോഴികളെ തുറക്കുന്ന കൂട്ടത്തിൽ തുറക്കാറില്ല. കാരണം പൂവൻ്റെ ഭയങ്കര ശല്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് പൂവൻ ഭയങ്കര ബഹളമാണ് കേട്ടോ ഇതിനെ കാണുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ടൈമിൽ തുറക്കാറില്ല. ആ കോഴികളെയും പിന്നെ ഈ അടക്കോഴിയൊക്കെ നമ്മൾ വേറെ വേറെ സമയത്ത് തന്നെയാണ് കേട്ടോ തുറക്കുന്നത്. രാവിലെ മിക്കവാറും രാവിലെ തന്നെയാണ് തുറന്ന് പിന്നെ തീറ്റയും വെള്ളമൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. അതൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ അടുത്തൊക്കെ ആയിട്ട് കുറച്ച് പുല്ലൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ തിന്നാനായിട്ടൊക്കെ പോകും കേട്ടോ. ഈ അടയിരിക്കുന്ന കോഴികൾ നന്നായിട്ട് ചെകഞ്ഞൊക്കെ തിന്നുന്ന തരത്തിലുള്ളതാണ് കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ തുറന്നു വിടുന്ന സമയത്ത് ഒന്ന് ചുറ്റിക്കറങ്ങി ഒന്ന് ഇല പച്ചിലേക്ക് ഒന്ന് തിന്ന് അതുപോലെ തീറ്റയും വെള്ളമൊക്കെ ഒന്ന് കുടിക്കും. പിന്നെ മണ്ണിലൊക്കെ ഒന്ന് കുളിച്ചിട്ടൊക്കെയാണ് കേട്ടോ വരാറ്. പിന്നെ നമ്മൾ മുട്ടയിലോട്ട് എടുത്ത് വെക്കേണ്ടുള്ള കാര്യമൊന്നുമില്ല, അത് തനിയെ വന്ന് അതിനറിയാൻ പറ്റും. ആദ്യം കുറച്ച് ദിവസം ബുദ്ധിമുട്ടായിരിക്കും മുട്ടയിരിക്കുന്ന സ്ഥലത്തൊക്കെ വന്ന് ഇരിക്കാനായിട്ട്. പിന്നീട് കുറച്ച് ദിവസമൊക്കെ ആകുമ്പോഴത്തേക്ക് തനിയെ വന്ന് കയറിയിരുന്നോളും കേട്ടോ. പിന്നെ നമുക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. അതിനറിയാം മുട്ട എവിടെയാണ് ഇരിക്കുന്നതെന്നുള്ളത്. അത് തീറ്റയും വെള്ളമൊക്കെ കഴിച്ചതിന് ശേഷം അത് തനിയെ വന്ന് കയറിയിരിക്കും കേട്ടോ. പിന്നെ നമ്മൾ കോഴിയെ പുറത്തോട്ട് വിടുന്ന സമയത്ത് മുട്ടകളെല്ലാം ഒന്ന് കറക്റ്റ് ചെയ്തൊക്കെ വെച്ച് കൊടുക്കണം കേട്ടോ. മാറിയൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ശരിയാക്കി വെച്ച് കൊടുക്കണം. കാരണം എല്ലാ മുട്ടയ്ക്കും നല്ല രീതിയിൽ ചൂട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. പിന്നെ നമ്മുടെ വീട്ടിലുള്ള മുട്ട തന്നെയാണ് കേട്ടോ നമ്മളിവിടെ അടവയ്ക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. കൊത്തുമുട്ടയാണ്. നമുക്കിവിടെ പൂവൻ കോഴിയുണ്ട്. അപ്പോൾ നമ്മൾ കൊത്തുമുട്ട തന്നെയാണ് കേട്ടോ ഉപയോഗിക്കാറുള്ളത്. പിന്നെ വെളിയിൽ നിന്നൊക്കെ നമ്മൾ മുട്ട മേടിച്ച് വെക്കുന്നവരാണെങ്കിൽ പിന്നെ കൊത്തുമുട്ടയാണെന്ന് നമ്മൾ ഉറപ്പ് വരുത്തിയതിന് ശേഷം വിശ്വാസമുള്ളിടത്തു നിന്നൊക്കെ വാങ്ങിച്ച് വെക്കണം കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ഒരു 21 ദിവസമൊക്കെ മുട്ട വെച്ചിട്ട് നമുക്ക് വിരിയാതിരുന്നാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. പിന്നെ അതുകൊണ്ട് നമുക്ക് ഒരു പ്രയോജനമില്ലാതെ. അപ്പം നമ്മൾ നല്ല രീതിയിലുള്ള മുട്ടകളൊക്കെ വെക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ എല്ലാ ദിവസവും ഒരു നേരമെങ്കിലും കോഴിയെ തുറന്നു വിടാൻ അടക്കോഴിയെ നമ്മൾ നോക്കണം. കാരണം അതിൻ്റെ വേസ്റ്റും കാര്യങ്ങളൊക്കെ ആ മുട്ടയ്ക്കകത്തൊക്കെ പറ്റുവാണെങ്കിൽ അങ്ങനെയൊക്കെ മുട്ട കേടാകാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു നേരം തീറ്റയും വെള്ളമൊക്കെ കൊടുക്കാനായിട്ട് ഉറപ്പായിട്ടും ശ്രദ്ധിക്കണം, പുറത്തേക്ക് ഇറക്കി വിടണം. പിന്നെ നമ്മളിവിടെ വിരിയിച്ചെടുക്കുന്ന കുഞ്ഞുങ്ങളെ സെയിലും ചെയ്യാറുണ്ട് കേട്ടോ. ഒരു മാസമൊക്കെ ആകുമ്പോഴാണ് ഞാൻ കുഞ്ഞുങ്ങളെയൊക്കെ സെയിൽ ചെയ്യാറുള്ളത്. അതിന് മുന്നേ ആയിട്ട് കൊടുക്കാറില്ല. കാരണം നമ്മൾ തള്ളക്കോഴി ഒഴിവാക്കിയിട്ട് കുഞ്ഞുങ്ങളെ മാത്രമാണല്ലോ കൊടുക്കുന്നത്. അപ്പോൾ ഒരു മാസമൊക്കെ ആകുമ്പോൾ കുഞ്ഞുങ്ങൾ അത്യാവശ്യം തീറ്റയൊക്കെ വേസ്റ്റും വീട്ടിലെ വേസ്റ്റും കാര്യങ്ങളൊക്കെ തിന്ന് തുടങ്ങാനുള്ളൊരു ടൈമാവും. ആ ഒരു സമയമാകുമ്പോഴത്തേക്ക് ഞാൻ പിന്നെ ചെറിയ രീതിയിലൊക്കെ ഒരു 5-10 ഒക്കെ ആയിട്ടൊക്കെ നമ്മൾ ഓരോരുത്തർക്കൊക്കെ വീട്ടിലെ ചെറിയ രീതിയിലൊക്കെ വളർത്താൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് ഒരു വരുമാനം ഉണ്ടാവും. അതുപോലെ തന്നെ മുട്ടയ്ക്ക് നമുക്ക് നല്ല സെയിലാണ് കേട്ടോ. നാടൻ മുട്ടയെന്ന് പറയുമ്പോൾ നമ്മൾ കോഴി തുറന്ന് വിട്ട് വളർത്തുന്ന മുട്ടയ്ക്കെന്ന് വെച്ചാൽ ഒരുപാട് ഗുണങ്ങളാണ് നമ്മൾ അടച്ചിട്ട് വളർത്തുന്നതിനെക്കാട്ടി. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊക്കെ ഒരുപാട് പേര് നമ്മളെ നിന്ന് നാടൻ മുട്ടകൾ വാങ്ങാറൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ അപ്പോൾ അടക്കോഴി വന്ന് വീണ്ടും മുട്ടയ്ക്കകത്തൊക്കെ ഇരുന്നിട്ടുണ്ട്. നമുക്കൊരു ബുദ്ധിമുട്ടുമില്ല, തനിയെ വന്ന് അത് ഇരുന്നോളും കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ എത്രയേ ഉള്ളൂ, ഉപകാരപ്രദമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോസ്.